ഹായ് ഓൾ. ധനലക്ഷ്മി ബാങ്കിൻ്റെക്ക് ജൂനിയർ ഓഫീസേഴ്സ്, സീനിയർ ഓഫീസേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. കുറെ പേര് അറിഞ്ഞു കാണും, അറിയാത്തവർക്ക് അതേപോലെ തന്നെ അറിഞ്ഞവര് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടാവാം. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ജൂനിയർ ഓഫീസേഴ്സ്, സീനിയർ ഓഫീസേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങൾക്കുള്ള യോഗ്യത, അതേപോലത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ധനലക്ഷ്മി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ബാങ്കിലേക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്യില്ല എന്ന് ചിലവര് പറയാറുണ്ട്. പക്ഷെ അടിപൊളി ബാങ്കാണ്, നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ്, നല്ല അലവൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. അപ്പൊ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളും എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, അങ്ങനത്തെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ധനലക്ഷ്മി ബാങ്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ജൂനിയർ ഓഫീസറും സീനിയർ ഓഫീസർ എന്നീ രണ്ട് പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പാൻ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട്, അതായത് 21 തൊട്ട് 25 വയസ്സുള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഏജ് റെസ്ട്രിക്റ്റഡ് ആണ്. 31/3/2023, അതായത് മാർച്ച് 31 ഉള്ളിൽ 25 വയസ്സ്, അത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ മീനിങ്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 708 റുപ്പീസ് ആണ്. ഇനി ക്വാളിഫിക്കേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കേസ്. ജൂനിയർ ഓഫീസർ നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് ലിമിറ്റിലുള്ള ഒരു ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രിക്ക് 60% മാർക്കുള്ള ഏതൊരു വ്യക്തിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു, 60% മാർക്ക് ഡിഗ്രിക്കുള്ള ആർക്കും എന്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ജൂനിയർ ഓഫീസർ അപ്ലൈ ചെയ്യാൻ പറ്റും. സീനിയർ ഓഫീസർക്ക് ഡിഗ്രി വേണം, 60% മസ്റ്റ് ആണ്. ബട്ട് 1 ഇയർ ബാങ്കിങ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ഓഫീസറിന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊന്നും വേണ്ട, എന്താണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ, PG ഉണ്ടെങ്കിൽ, 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്ര കാര്യമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഏജിൽ വ്യത്യാസമുണ്ട്, അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. പ്രൈവറ്റ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ അവർ 60% എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 60% താഴെ മാർക്കുള്ളവർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ അവർ പുറത്തു പോകും. പിന്നെ സെന്ററുകൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരമാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കരിയേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പൊ പ്രൈവറ്റ് ബാങ്ക് ആണെന്ന് കരുതി അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം എന്താ, നല്ല ബാങ്കാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഏജ് 25 വയസ്സ് വരെയേ ഉള്ളൂ. 60% മാർക്ക് വേണം. ഞാൻ ജൂനിയർ ഓഫീസറുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, എന്തോരം പേർക്ക് സിൻസിയർ ആയിട്ട്, അതായത് സിൻസിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അവർക്ക് 25 വയസ്സിൽ കൂടുതലായിരിക്കും, അതേപോലെ ചിലപ്പോൾ 60% മാർക്ക് ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ഉള്ള ഈ ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, മറ്റുള്ളതിനേക്കാൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ എന്തായാലും അപ്ലൈ ചെയ്യുക. നല്ല പോസ്റ്റാണ്, നല്ല ജോലിയാണ്, അതേപോലെ നല്ല ബാങ്കാണ്, നല്ല രീതിയിലുള്ള അലവൻസുകളും കാര്യങ്ങളും എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാങ്ക് ആയതുകൊണ്ട് തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കരിയർ ഗ്രോത്തിനൊക്കെ നല്ല സാധ്യതയുള്ള മേഖലയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്, ഓൾറെഡി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21st ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് 2023. അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇന്നിപ്പോ ഏകദേശം 16th ആയി അല്ലെ? ഇനി അധികം ദിവസം ഇല്ല നമ്മളുടെ മുന്നിൽ. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതും കൂടി ഉൾപ്പെടുത്തി ആ സ്ട്രാറ്റജി എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എന്തുണ്ടാവും, എക്സാം ഉണ്ടാവും. അപ്പോ എന്താണ്, എക്സാം ഡീറ്റെയിൽസും കാര്യങ്ങളും ഹോൾ ടിക്കറ്റും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോളോ ചെയ്താൽ മതി. അവർ അതിനുള്ള ഡീറ്റെയിൽ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.